മന്ത്രിപ്പിച്ചിട്ട് യാസീൻ ഓതിയിട്ട് ഓരോ മുബീനുകളും അടുപ്പിലിട്ടിട്ട് പൂ എന്ന് പറയണം. അതാണ് ഇവിടെ തെളിയിക്കാൻ കഴിയും മുസ്ലിയാരങ്ങൾക്ക്? അങ്ങനത്തെ ഒരു മന്ത്രവാദം ആരെങ്കിലും മുജാഹിദ് പ്രവർത്തകർ ചെയ്തത് നാണമുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. ആ മാന്യനാണെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. ഹലാലാണ് തിന്നുന്നെങ്കിൽ തെളിയിക്ക്. പാച്ച കള്ളം പൊതുജനങ്ങളെ മുമ്പിൽ നിന്നിട്ട് പറയാ ഇപ്പൊ ഒരു വലിയ സ്ഥാനം കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇനിയും കേട്ടോളിങ്ങള് നമ്മള് ക്ലിനിക്ക് ഉണ്ട് എന്നാ പറയുന്നത്. നോണ പറഞ്ഞിട്ടോളി ഷിർക്കിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ എരണിന്റെ അരിയും തെച്ചിപ്പുകും അവളും മലരും കൂടി മന്ദിരിപ്പിച്ചിങ്ങേറ്റ് അതിന് കേന്നമ്മന്റെ ഒരു അംഗീകാരം കിട്ടാനുള്ള ശ്രമം നടത്തി. മറ്റൊക്കെ എന്താ തുണിയെടുത്ത അസമായി, ഇതോ ഇത് പാൻറിട്ട അസമായി. പെട്ടിയും പിടിച്ചിങ്ങനെ നമ്മളെ കുട്ടികളിങ്ങനെ നിക്ക. ഏയ് ബസ് സ്റ്റോപ്പില് എടുക്കാൻ മൗലവി ഞാൻ ക്ലിനിക്ക്. എവിടെ നിങ്ങളെ ക്ലിനിക്ക്? നിന്നും സ്ഥലത്താ പെരിന്തൽമണ്ണ. ഏയ് അല്ല നിന്നും സ്ഥലത്താ എന്താ പെട്ടിയില് ഹൗസ്. അതെന്തിനാ? മറ്റോ പറഞ്ഞങ്ങൾ കേസറ്റ് കേട്ടില്ലേ? ഞാൻ അവന്റെ ചവിട്ട് കണ്ടു വെച്ചപ്പോ പറഞ്ഞു. എന്നിട്ട് പറയാ അങ്ങനെ പറഞ്ഞില്ല എവിടെയും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞത്. ഖുർആനങ്ങ് കേട്ടപ്പോ ഹിഗിഗീനായി. അതുള്ളത് തന്നെ. അത് ഏപ്പിനോടും പറഞ്ഞു, ടീപ്പിനോടും പറഞ്ഞു. ഇയാളാരാ? ഇയാളോടൊക്കെ പറയേണ്ടതുണ്ടോ? ഇന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മുജാഹിദ് പ്രവർത്തകൻ ഉണ്ടായ എന്താ വേണ്ടത്? പണിക്കരത്ത് കേൾക്കാൻ പറ്റോ? മോല്യരത്ത് കേൾക്കാൻ പറ്റോ? തങ്ങളെടുത്ത് കേൾക്കാൻ പറ്റോ? തൗഹീദുള്ള കുട്ടി, നൂലും മന്ത്രവും വലിച്ചെറിഞ്ഞ കുട്ടി, ആ കുട്ടിക്ക് ഇങ്ങനെ ഒന്നുണ്ടായ എന്തിനാ മുസ്ലിയാരെ? നിങ്ങൾക്കിപ്പോ ഈ സമ്മേളനത്തിൽ സാക്കിർ നായിക്കിന്റെ പ്രസംഗം ഒന്ന് കേട്ടൂടെ? നേരല്ലാഞ്ഞിട്ട് അതിടാന് സാക്കിർ നായിക്കിനോട് ചോദിക്കുകയാണ്, എല്ലാത്തിനും പരിഹാരമുണ്ടല്ലോ ഇസ്ലാമിൽ, ജിന്നുബാധക്ക് എന്താ പരിഹാരം? അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കൊടുത്തു. My name is Arif Muhammad Khan. I am a student. എന്റെ ചോദ്യം ഇസ്ലാം ഒരു പരിഹാരം എന്ന വിഷയത്തെ പറ്റിയാണ്. മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇസ്ലാമിൽ പരിഹാരമുണ്ടെന്ന് നാം പറയുന്നു. ജിന്ന് ബാധിച്ച ഒരാൾക്ക് എന്ത് പരിഹാരമാണ് ഇസ്ലാമിനെ നിർദ്ദേശിക്കാനുള്ളത്? ദയവ് ചെയ്ത് ഇത്തരം രോഗം സുഖപ്പെടുത്താൻ എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ? ജിന്ന് ബാധിച്ച ഒരാളെ സുഖപ്പെടുത്താൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗം എന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ഖുർആൻ വായിക്കുകയാണെങ്കിൽ ജിന്നിനെ പറ്റി അറിയാം. അൽഹംദുലില്ലാഹ്. സിഹറിനെ കുറിച്ചും ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. സിഹർ ഒരാളും ചെയ്യാൻ പാടില്ല. എന്നാൽ സിഹർ എന്ന വസ്തുതയുണ്ട്. നമ്മൾ അതിൽ നിന്നും അകന്നു നിൽക്കണം. ആർക്കെങ്കിലും ഷെയ്ത്വാൻ മൂലമുള്ള സിഹർ ബാധിച്ചാൽ അതിന് ഹദീസിൽ റുഖ്യ പരാമർശിച്ചിട്ടുണ്ട്. സ്വഹീഹായ വ്യത്യസ്ത ഹദീസുകളിൽ എങ്ങനെയാണ് റുഖ്യ നടത്തേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരാശിക്ക് ഖുർആനിൽ രോഗശമനമുണ്ടെന്ന് ഖുർആനിലെ 15-ാം അധ്യായമായ സൂറത്ത് ഹിജ്റിലും പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ തന്നെ രോഗശമനത്തിനുള്ള മന്ത്രമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയും അവയിൽപ്പെട്ടതാണ്. ആർക്കെങ്കിലും ജിന്നുബാധ ഉണ്ടാവുകയാണെങ്കിൽ അതിന് സ്പെഷ്യലിസ്റ്റുകളായ ആളുകളുണ്ട്. ഇവിടെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളായ ആളുകളുണ്ട്, ബ്രെയിൻ സ്പെഷ്യലിസ്റ്റുകളുമുണ്ട്. അതുപോലെ ബാധയുള്ള ഒരാൾക്ക് ഇസ്ലാമിൽ എങ്ങനെ റുഖ്യ ചെയ്യണമെന്ന് സ്പെഷ്യലൈസ് ചെയ്ത സ്പെഷ്യലിസ്റ്റുകളുമുണ്ട്. മതതാരതമ്യ പഠനത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റാണ് ഞാൻ. റുഖ്യയിൽ ഞാനൊരു സ്പെഷ്യലിസ്റ്റ് അല്ല. റുഖ്യ എങ്ങനെ ചെയ്യണമെന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണത് ചെയ്യേണ്ടത്? റുഖ്യയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുടെ അടുത്തേക്ക് നാം പോകണം. ഷെയ്ത്താൻ മൂലമുള്ള സിഹർ ബാധിച്ച ആൾക്കുള്ള ചികിത്സയാണ് റുഖ്യ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. സ്വഹീഹായ പല ഹദീസുകളും ഇത് പറയുന്നു. എന്നാൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സിഹർ ബാധ ചികിത്സിച്ചു മാറ്റാൻ കഴിയും എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അവരിലധികം പേരും ഖുർആനിലെയും സുന്നത്തിലെയും മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഖുർആനും സ്വഹീഹായ ഹദീസുകളും പിന്തുടരുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുക. ചികിത്സ ഖുർആനും സ്വഹീഹായ ഹദീസുകളും അടിസ്ഥാനമാക്കിയാണെന്നും അതിൽ നിന്ന് അകന്നിട്ടില്ല എന്നും നോക്കുക.
ജിന്നു ബാധിച്ചാൽ അതിന്റെ സ്പെഷ്യലിസ്റ്റുകളായ മശായിഖ്മാരുടെ അടുത്ത് പോകണം. ഞാനതിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ല. ഉപരി പറയാ, ഞാൻ കമ്പാരിറ്റീവ് റിലീജിയൻ മതതാരതമ്യ പഠനത്തിലാണ് എന്റെ സ്പെഷ്യലൈസേഷൻ. തലയ്ക്ക് സ്പെഷ്യലിസ്റ്റ്, ഹർട്ടിന് സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഉള്ള പോലെ റുഖിയ ശർഈയ്യക്ക് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അവരെടുത്ത് പോകണം. കള്ളന്മാരുണ്ട്, ഇത് മുതലാക്കണ കള്ളന്മാര് ഖുറാഫികളുണ്ട്, അവരെ സൂക്ഷിക്കും വേണം. അപ്പൊ ഇത് ഖുറാഫാത്തല്ല, ഇത് സലഫിയത്താണ്. നിങ്ങൾ സമ്മേളനത്തിലല്ലേ എന്നിട്ട് അദ്ദേഹത്തെ ഏപ്പിന്റെ അടുത്തെത്തി ഫോട്ടോ എടുത്തില്ലേ? നിങ്ങളെ കണക്കിലാണ് പച്ച ഖുറാഫിയല്ലേ? അയാളെ കൊണ്ടുവരാൻ പറ്റൂ. എഴുതി നിങ്ങള് അൽമനാറില് അല്ലെങ്കിൽ വിചിന്തനത്തില്. എന്താ എഴുതാത്തത്? എന്നിട്ട് ബന്ധവന് സക്കരിയ സലാഹി സ്വാധീനിച്ചതാണ്. ഞാൻ ഖത്തറിൽ ഇരുന്നിട്ട് സ്വാധീനിക്കുക. എന്താ എന്റെ സ്വാധീനം? ഞാൻ ജാക്കിർ നായിക്കിനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നാ പറയണത്. ചില ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു റുഖിയ ശർഈ ഉണ്ട്, പക്ഷെ അതിൻ്റെതായ ആളുകളെടുത്ത് പോകുക അത് നട്ടിങ്ങനെയൊക്കെയാണ്. അതോടെ പൗ ക്ലിയറായി. ജാക്കിർ നായിക്കിന്റെ പല അഭിപ്രായങ്ങളോട് ഞങ്ങൾക്ക് എതിരുണ്ട്, പക്ഷെ അപ്പറഞ്ഞത് സലഫിയത്താ. വേണ്ട, ഞാനിപ്പോ യഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് പിശാച് ബാധയുണ്ടെന്ന് സംശയിച്ച ഒരുത്തൻ അയച്ചതാണ്. ഇപ്പൊ വലിയ പുകില് ഏതോ മന്ത്രവാദിന്റെ അടുത്തേക്ക് അയച്ച മാതിരിയാ. അയാൾ KNM-ന് അനുകൂലിക്കുന്ന പ്രവർത്തകനായിരുന്നു. സുബൈർ മങ്കടന്റെ ആളുകൾക്കും മടവൂരികൾക്കും നെറ്റിൽ മറുപടി എഴുതുന്ന ആളായിരുന്നു. പക്ഷേ ഈ റുഖിയന്റെ വിഷയം വന്നപ്പോ അബ്ദുറഹ്മാൻ സലഫിയുടെ വിദണ്ഡവാദങ്ങളെ ചോദ്യം ചെയ്തപ്പോ പ്രശ്നമായി, ബഹളമായി. എന്നിട്ട് അയാൾക്ക് മറുപടി പറയാൻ ഇയാൾ പോയി. അബ്ദുറഹ്മാൻ സലഫി ഈ ഇഫ്ലുർ റഹ്മാന്റെ വീട്ടിന്റെ മുമ്പ് പോയി. ഈ ഇഫ്ലുർ റഹ്മാൻ വെല്ലുവിളിച്ച പ്രസംഗം ഇന്ന് നിലനിൽക്കുക. മറുപടി പറയാൻ ബൈക്ക് ഇയാൾ പോയിട്ടില്ല. അതാദ്യം പോയി പറയും. അനസു അനീഫൊക്കെ ഇഫ്ലുർ റഹ്മാന്റെ പ്രസംഗത്തിന് മറുപടി പറ. എന്നിട്ട് പറ, ഞാൻ ഇഫ്ലുർ റഹ്മാന്റെ അടുത്ത് അയച്ചത് വലിയ കാര്യമായിട്ട് സക്കരിയ സലാഹിക്ക് എന്താ ഫാത്തി ഓതാൻ അറിയില്ലേ, ആയത്തുൽ കുർസി അറിയില്ലേ, അങ്ങ് ഓതി കൊടുത്താൽ പോരെ, എന്തിനാ ഇഫ്ലുർ റഹ്മാന്റെ അടുത്ത് അയച്ചത്? ഈ പറയുന്ന ആളോ ഇഫ്ലുർ റഹ്മാനെക്കാളും മുമ്പ് ഇത് പഠിപ്പിച്ച ഒരുപാട് ആളുകൾക്ക് ചെയ്തു കൊടുത്ത ഡോക്ടർ ജുബൈർ, അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി കയ്യാളായി നിന്ന് റുഖിയ നടത്തി കാറ് തിരിച്ചു കൊണ്ടാക്കി. ഞാനൊന്ന് പോയി നോക്കി എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഗൈഡൻസ് കൊടുത്തിട്ടുള്ളൂ. ഇത് പോയി ചെയ്ത് തിരിച്ചു പോന്നു. ആ കാര്യം ഡോക്ടർ ജുബൈറിനെ പറഞ്ഞത് കേട്ടോളൂ. സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആവുകയും അങ്ങനെ വയലന്റ് ആയ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടെന്നുള്ളതിന്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക്, അതായത് ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് അടുത്തേക്ക് അയച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനസ് മൗലവി ചെയ്ത് അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം. പലപ്പോഴും എൻ്റെ അടുത്ത് രോഗികൾ അയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ പൈശാചിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയമല്ല. സക്കരിയ മൗലവിക്കെതിരെ അനസ് മൗലവി ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കരിയ മൗലവി ഓതിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്തേക്ക് അയച്ചത്. മറിച്ച് അനസ് മൗലവിന്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓതിയ വയലന്റ് ആവുന്ന രോഗിയൊന്നുമല്ല. എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ, ഒന്ന് പരീക്ഷിച്ച് പോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് MBBS ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ കൺസൾട്ട് ചെയ്തതെന്നല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിന്റെ പേരിൽ ആ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാൽ ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോൾ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെ കുറിച്ചും സിഹർ ചെയ്ത് പ്രേമിച്ചു കിടന്ന സ്ത്രീ പുരുഷന്മാരെ അണക്കിവിട്ട കഥകളും ആലിന്റെ ലയിൽ അദ്ദേഹം സിഹർ ചെയ്ത കാര്യവും അങ്ങനെ അദ്ദേഹം സിഹർ പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം വിവരിച്ചു തരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ജാഹിലിയ കാലം ഉണ്ടായിരുന്നു അനസ് മുസ്ലിയാർക്ക്. അന്ന് അദ്ദേഹം തനിച്ച സാഹിറായിരുന്നു. ആലിന്റെ ഇലയിൽ സിഹിർ ചെയ്തിരുന്നു. സിഹിർ ചെയ്തിട്ട് പ്രേമിച്ച് നടന്ന ആളുകളെ ഇണക്കി വിട്ടതും മറ്റൊക്കെ കഥകൾ സുബൈർ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആൾക്കെന്താ ഇയാൾക്ക് എന്താ ഫാത്തിഹരിയിലെ ഇയാൾക്ക് എന്താ ആയത്തുൽ കുർസിയിൽ എന്തിനാ സുബൈർ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുപോയത്? എന്നിട്ടോ എന്നിട്ട് സുബൈർ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുപോയി റുഖിയ നടത്താൻ കയ്യാളായി നിന്നു. തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി കഥയൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ പിരിഞ്ഞു. എന്നിട്ട് അതേ കാര്യം എന്റെ പേരിൽ ആരോപിക്കുക. ഇതിന് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ മതിയോ? കാപട്യം എന്ന് പറഞ്ഞാൽ മതിയോ? നിങ്ങൾ ചോദിക്കണം ഈ മുസ്ലിയാരോട്. തൊലിക്കട്ടി ഭയങ്കരം തന്നെ. ഇയാളോട് തിരുവനന്തപുരത്ത് ചോദിച്ചു, അനസ് മൗലവി ഇങ്ങക്ക് വല്ലാത്ത തൊലിക്കട്ടിയാണല്ലോ.
പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് പറയാ. അപ്പൊ ഇയാള് പറയാണ്, എന്റെ തൊലിക്കട്ടി കൂടിയാലും കുറഞ്ഞാലും ഒക്കെ അള്ള തന്നതല്ലേ, റളീത്തുമില്ല, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന അത്തരത്തിലുള്ള തൊലിക്കട്ടിയ. ഇനി സുഹൃത്തുക്കളെ, ഇയാളിപ്പോ എന്നെ കുറിച്ച് പറഞ്ഞല്ലോ, ഇപ്പൊ ഇയാളും ഇയാളുടെ ഷെയ്ഖായ അദ്രഹ്മാൻ സലഫിയും പറയുന്നത് എന്താ അറിയോ? ജിന്നുബാധുണ്ട്, സിഹിർബാധുണ്ട്, പക്ഷെ തിരിച്ചറിയാൻ വഹിയുള്ള നബിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഇന്ന് വഹിയുള്ള നബി ഉണ്ടോ? ഇല്ല. അപ്പൊ ലോകത്ത് എവിടെ ജിന്നുബാധി സിഹിർബാധി തിരിച്ചറിയാൻ ഒരു ചാൻസും ഇല്ല. ഇതിലും നല്ലത് മടവൂരികളെ പോലെ ഇല്ല എന്ന് പറയലായിരുന്നു. ഹുസൈൻ മടവൂര് 10 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞ, സക്കരിയ ജിന്നുബാധുണ്ട്, സിഹിർബാധുണ്ട്, പക്ഷെ ഞാൻ ചികിത്സിക്കണ്ടോ, നീ ചികിത്സിക്കണ്ടോ? നമ്മൾ ചികിത്സിക്കാത്രത്തോളം കാലം ഇതുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ വീണ്ടും ഖുറാഫികളുടെ അടുത്തേക്ക് പോകും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് പറയലാണ് വളരെ സൗകര്യം. അത് കുറച്ചുകൂടി മാന്യതയുള്ള നിലപാടാ, സംഗതി തട്ടിപ്പാണെങ്കിലും. ഇവരിപ്പോ ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ കാരണം തിരിച്ചറിയാൻ നബി ഇല്ല എന്ന അനസ് മുസ്ലിയാർ നബി ആയ കാലത്തുള്ളൊരു ക്ലിപ്പ് കേട്ടോളി. ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു, ആ ജിന്നു ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ്, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്. ജിന്നു ബാധിച്ചിരിക്കുന്നു, ജിന്നു ബാധിച്ചിരിക്കുന്നു എങ്ങനെ മനസ്സിലായി? വഹിയുള്ള നബിക്കേ മനസ്സിലാവുള്ളൂ, മൂപ്പര് നബിയായ കാലത്തുള്ള ഹദീസ് കൊണ്ട് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിദായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്, തെറ്റല്ല. അപ്പൊ ജിന്നുബാധുണ്ട്, അത് തിരിച്ചറിയും. അവർക്ക് ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ടും ഹദീസിൽ വാരിദായ ദിക്ർ ഓതിക്കൊടുത്തുകൊണ്ടും, സ്വന്തം ഓതല്ലോ, ഓതിക്കൊടുക്കുക, അത് നല്ല തെറ്റല്ല, അങ്ങനെ മന്ത്രിക്ക, അതിനോട് റുഖിയ. പറയൂ യൂസുഫ് മുസ്ലിയാരെ, ഇത് ഖുറാഫാത്താണോ സലഫിയത്താണോ? എന്നാൽ അതിനപ്പുറത്ത് ഇയാളിൽ ജിന്ന് ഹാജരാകുമ്പോൾ ഈ മന്ത്രിക്കുന്നയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങും. ഹാളിറാകെന്ന് പറഞ്ഞാൽ തന്നെ ഖുറാഫിയയില്ലേ? ജിന്നു ബാധിച്ച ആൾക്ക് ഓതിക്കൊടുക്കുമ്പോ ഓതിക്കൊടുക്കപ്പെടുന്ന ആളുടെ ശരീരത്തിൽ ജിന്ന് ഹാളിറാകുമ്പോ അതിനോട് സംസാരിക്ക. ആഹാ, അങ്ങനെ കണ്ടില്ലേ? എവിടുന്നാ വന്നത്? ആരാണ് നിങ്ങൾ? അത് ഗോപാലനാണ്. എവിടെയാ താമസം? അത് കട്ടുപ്പാറ കലിങ്ങിനടിയിലാണ്. എന്താ സംഭവിച്ചത്? അത് ഞാൻ പണ്ട് വണ്ടി ആക്സിഡന്റിൽ പെട്ട് മരിച്ച ആളാണ്. അപ്പൊ വസുമതി എന്ന് പറഞ്ഞിട്ട് കെട്ടിത്തൂങ്ങിയ വേറെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളിപ്പോ എവിടെയാണ്? അപ്പൊ ഈ മന്ത്രിക്കണാക്ക് വേറൊരു ജിന്നിനെ ഇളക്കിയപ്പോ അവിടുന്ന് കിട്ടിയതാണ് ഈ വസുമതി. അപ്പൊ ഇറക്കി വിട്ടിട്ടുണ്ട്. വസുമതി ഇപ്പോൾ എവിടെയാണ്? വസുമതി കട്ടുപ്പാറ കലിങ്ങിന്റെ അങ്ങേറ്റത്ത് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. പഴയ സാഹിറാണല്ലോ, കൃത്യമായിട്ട് പറയാൻ പറ്റുമല്ലോ. ഇപ്പോൾ അവൾ ഏതെങ്കിലും ശരീരത്തിലുണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ വസുമതി ഉണ്ടോ? അവ പറയല്ല, വസുമതി ഇപ്പോ ആരുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല, അവളിപ്പോ അലഞ്ഞടക്കണ അനാഥപ്രേതാണ്, ഒരു കൂടാരം കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഉദാഹരണം, ഇത് സംസാരിക്കുകയാണ്. ആരോടാണ്? ഈ ജിന്നിനോട്, അല്ലെങ്കിൽ ഒരാൾ ശരീരത്തിലുണ്ട് എന്ന് പറയുന്ന ജിന്നിനോട് ഇയാൾ സംസാരിക്കുകയാണ്. ഇത് ഒരിക്കലും റുഖിയല്ല, ഇസ്ലാമികമല്ല, ഇത് വഴികേടാണ്. ഇത് റുഖിയായി നമുക്കിടയിൽ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് സമ്മതിച്ചു? ജിന്നുബാധ ഉണ്ടാകും, അത് നമുക്ക് തിരിച്ചറിയും. അപ്പൊ ഖുർആൻ ഓതിക്കൊടുത്തും ഹദീസിനെ ദിക്റിൽ കൊണ്ട് റുഖിയ ചെയ്യാം. അങ്ങനെ ആകുമ്പോ ചിലപ്പോ ഇളകും, ഹാളിറാകും, അവരോട് സംസാരിക്കാം. പക്ഷെ അവൻ ഇന്റർവ്യൂ നടത്താനൊന്നും പാടില്ല. എവിടുന്നാ വന്നത്, എന്താ അഡ്രസ്, എവിടെയാ താമസം, ആരാ അയച്ചത്, അജാതൊന്നും ചോദിച്ചാൽ അത് റുഖിയാകൂല. ഇത്രത്തോളത്തിൽ അബ്ദുറഹ്മാൻ സലഫി ബാക്കിൽ ഇരിക്കുന്നുണ്ട്, PK മുഹമ്മദ് മദനി ഇരിക്കുന്നുണ്ട്. ജമിയത്തുൽ ഉലമയുടെ ആധികാരിക വിശദീകരണം. ഇതൊക്കെ ഈ ക്ലിപ്പ് എത്ര സ്ഥലത്ത് കേട്ടോ, ഒന്നിനും മറുപടിയില്ല. ഇവിടെപ്പെട്ട മിക്കവാറും ക്ലിപ്പ് പല സ്ഥലത്തോട്ടതാ, ഒന്നിനും മറുപടിയില്ല. അതുകൊണ്ട് കോക്കസുകാരോട് പറയാണ്, നാണമുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ മറുപടി പറയാദ്യം. നിങ്ങൾ മുജാഹിദുകളെ ശിർക്ക് ആരോപിച്ചിട്ട് പുറത്താക്കി ഇങ്ങനെ ലെറ്റർ പാഡ് വിട്ടാ പോരാ, ഫോട്ടോസ്റ്റാറ്റ് ഇങ്ങനെ വിട്ടാ പോരാ, നിങ്ങൾ ഇതൊക്കെ മറുപടി പറ. ഇവിടെ പ്രസംഗിച്ച് യൂസുഫ് മുസ്ലിയാർ പറയാണ്, മുത്തനൂർ പള്ളിക്കേസിലെ മൊല്ലാക്ക ചോദിക്കും പരലോകത്ത്. ഒരാഴ്ച കാലത്തോളം മുത്തന്നൂരിലെ ഒരു മയ്യത്തുമായി ആ കാലഘട്ടത്തിലെ ന്യൂനപക്ഷമായ മുജാഹിദുകൾ ഒരു ആഴ്ച കാലത്തോളം നടന്നിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ആ മയ്യത്തിനെ നാളെ പരലോകത്ത് ഹാജരാക്കൂലേ? അയാളെയും അല്ല പുനർജനിപ്പിച്ചു കൊണ്ടുവരില്ലേ? ഓന്റെ മക്കളെ, എന്റെ മരണശേഷം നിങ്ങൾക്ക് സംഭവിച്ചൊരു വ്യതിയാനം, ശിർക്കിലേക്ക് ജിന്നിന്റെ പേരിൽ, ഇൻസിന്റെ പേരിൽ നിങ്ങൾ ശിർക്കിലേക്ക് ആപതിച്ചല്ലോ എന്ന് ആ മയ്യത്ത് നമ്മോട് ചോദിക്കും. അപ്പൊ എന്താ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് ആദർശപരമാണ്.
മുത്തനൂര് മല്ലാക്ക ബർസഖിൽ ഇരുന്നിട്ട് മുജാഹിദികൾ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ബായക്കാട്ട് നടക്കണതും യൂസുഫ് വലിയാരുടെ പ്രസംഗവും. നാണമുണ്ടോ മുസ്ലിയാരെ ഇങ്ങക്ക്? അള്ളാന്റെ റസൂല് പോലും ഇവിടെ നടക്കണത് കാണുന്നില്ല. പിന്നെ മുത്തനൂര മല്ലാക്ക എവിടുന്ന നിങ്ങൾ കിതാബ് ഓതിയത്? ഓതി മറിഞ്ഞതാ? ഓതി ഓതി ഒസാനായി കേട്ടിട്ടുണ്ട്. ഓതി ഓതി ഓന്താകാൻ തുടങ്ങിയോ? ഇങ്ങനെ മറിയലുണ്ടോ? എന്താ ഈ പറയണത്? അള്ളാഹുവിന്റെ റസൂല് പോലും ഈ ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നില്ല എന്നല്ലേ നമ്മൾ ഇവിടെ പഠിപ്പിച്ചത്? എന്ന ഹദീസ് നമ്മൾ പഠിപ്പിച്ചതല്ലേ? എന്താ ഉള്ളത്? ഹൗലുൽ കൗസർ കുടിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ചെല്ലുമ്പോ ചെല്ലാൻ കഴിയുന്നില്ല, അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ റസൂല് ചോദിക്കാണ്, എന്റെ ഉമ്മത്താണല്ലോ, അവരിങ്ങോട്ട് വിടണം. അപ്പൊ അള്ളാഹു പറയാണ്, മുഹമ്മദേ നിനക്കറിയില്ല, നിനക്ക് ശേഷം അവരെന്തൊക്കെയാണ് ഈ ദീനിൽ കടത്തിക്കൂട്ടിയത്. ഖുറാഫിന്റെ വിശ്വാസം എന്താ? അള്ളാഹുവിന്റെ റസൂല് ബർസഖിൽ ഇരുന്നിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, സലാത്ത് നഗറുകൾ കാണുന്നു, മൗലൂദിന്റെ സദസ്സിൽ ഹാജറാകുന്നു. ഈ തനിച്ച ഖുറാഫാത്ത, ഇപ്പൊ നമ്മളെ ഖുറാഫാത്ത് ആരോപിച്ച ആള് തനിച്ച ഖുറാഫാത്തിന്റെ പടുകുഴിയിലാ പോയി വീണിട്ടുള്ളത്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ സംഭവിച്ച എന്താണെന്നറിയോ? മടവൂരിസം ഇവർ ഏറ്റെടുത്തു കഴിഞ്ഞു. മടവൂരികൾ നമുക്കെതിൽ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ഇവർ പറയാൻ തുടങ്ങി. ശിർക്കാരോപണം ഇവർ കൊണ്ടുവന്നു. നമ്മൾ അന്ധവിശ്വാസത്തിലേക്കും മന്ത്രവാദത്തിലേക്കും തിരിച്ചുപോയി എന്ന ആരോപണം ഇവർ കൊണ്ടുവന്നു. ജിന്നൂരി എന്ന് ഇവർ നമ്മളെ വിളിച്ചു. ശൈത്താനെ പേടിക്കേണ്ടതില്ല എന്നതിന് അബ്ദുസ്സലാം സുല്ലമി ഓതിയ സൂറത്ത് ആൽ ഇംറാനിലായത്ത് ഇന്നമാ ദാലികും ശൈത്താൻ ഇവിടെ ഉദ്ധരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. ഒരൊറ്റായത്ത് മതിയടാ, എല്ലാ വാദത്തെയും പൊളിച്ചോ എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇവർ കൊണ്ടുവന്നു. അങ്ങനെ മടവൂരികൾ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ഇവർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പൊ മടവൂരികൾക്ക് ഇനി ചാൻസ് ഇല്ല. സംഘടനാപരമായ ഒരു ലൈനേ ബാക്കിയുള്ളൂ, ആദർശപരമായി രണ്ടും ഒന്നായി. കൊടുവള്ളി മുഖാമുഖത്തിൽ അനസ് മുസ്ലിയാർ തന്നെ പറയുന്നത് കേട്ടോളൂ. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് മടവൂരിസാണെന്നാ. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇപ്പൊ മടവൂരികൾ എവിടെ? നിങ്ങൾ കാണുന്നുണ്ടോ മടവൂരികളെ? കാണുന്നില്ല, ഒക്കെ നവമടവൂരിയാ. നിങ്ങൾ മടവൂരികളെ കാണുമോ? ഇത്രയും കാലം മടവൂരികൾ കൊണ്ടുവന്നത് എന്താ? അവര് തെരുവോരങ്ങളിട്ട് നാട്ടിച്ചത് എന്താ? ഈ പറയുന്ന ഈ ചീഞ്ഞു നാറുന്ന ഈ ഉച്ഛിഷ്ടം വിസർജ്യമാണ് ഓരോ കേരളത്തിന്റെ മുക്കുമൂലകളിലും മടവൂരികൾ വാരി വിതറിയത് അല്ലേ? ഞങ്ങളത് കോരിക്കളഞ്ഞു. ഞങ്ങൾ കുറച്ച് നാറി, അത് ശരിയാ. കാരണം ഇത് വിസർജ്യ കോരിയത്, അതുകൊണ്ട് കുറച്ച് നാറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇത് കോരിയല്ലേ? നിങ്ങളെ നാറ്റം പോയിട്ടില്ല, നിങ്ങളെ നാറ്റം പോകൂല. കാരണം നിങ്ങള് കോരിക്കളയാന്ന ഞങ്ങൾ വിചാരിച്ചത്. നിങ്ങൾ അകത്തേക്ക് കഴിക്കുകയായിരുന്നു, സേവിക്കുകയായിരുന്നു. അതിങ്ങനെ മടവൂരിസം സേവിച്ച് 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 ഇപ്പൊ കഴിഞ്ഞ 1.5 വർഷത്തിലധികം നിങ്ങൾ ആ മടവൂരിസം തെരുവോരങ്ങളിൽ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരെന്താണെന്നറിയോ? KJU ആദർശ വിശദീകരണം. മടവൂരിസം ഛർദ്ദിക്കുകയാണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ വീണ്ടും സമ്മേളനത്തോടനുബന്ധിച്ചും സമ്മേളനത്തിലുമൊക്കെ അത് ഛർദ്ദിച്ചു. ഇപ്പോ നമ്മൾ ചെറിയൊരു എനീമ കൊടുത്തു സമ്മേളനത്തിൽ. ഞാൻ പറഞ്ഞു സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു എനീമ തരാൻ പോണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് എത്തുമ്പോഴത്തേന് ഹുസൈൻ സൽഫി കൊടുത്തു എനീമ. ഇപ്പൊ നിർത്താതെ ഛർദ്ദിയ. പുത്തൻ ഗർഭം ധരിച്ച പെൺകുട്ടികളെ മാരി ഛർദിയോട് ഛർദി. കേട്ടോളിങ്ങൾ, ബാക്കി കേട്ടോളി. ഞങ്ങൾ കുളിക്കാൻ തയ്യാറാണ്. നിങ്ങൾ കുളിച്ചിട്ട് കാര്യമല്ല, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം. മീൻ നന്നാക്കുമ്പോൾ നന്നാക്കണം, എന്നാ ക്ലിയർ ആവോ. നാറ്റെന്നാലും പോവില്ല. എവിടെ മടവൂരി? ഇനി ആരെ പറയാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരോടെ പറയാം? ഒരു മടവൂരിയും വരില്ല. നിങ്ങൾക്കറിയോ? ഒരു മടവൂരി ആദർശത്തിൽ നിന്ന് സലഫിയത്തിൽ നിന്നാൽ ഒരു മടവൂരിക്ക് ന്യായം ഉണ്ടാവൂല. ഏത് മടവൂരിന് വരും? ഏത് മടവൂരി വരും? വരൂല. കാര്യം അവർക്ക് ആകെ ഉണ്ടായിരുന്ന ആയുസ് ഇത് പറഞ്ഞിട്ടാണ് നാട് നീളം നടന്നത്. ഇതും കൊണ്ടാ നാട് നീളം നടന്നത്. ഇനി മടവൂരി വിചാരിക്കുന്നത് പടച്ചോരെ ഈ എന്താ പറയാന്ന്. മടവൂരിസം ഞങ്ങൾ ഏറ്റെടുത്തു. ഇനി എന്താ പറയാ? മടവൂരി കൈമലർത്തുന്നു, അതിനല്ലേ ലയനം. ഇനി പറയട്ടെ. അപ്പോ മടവൂരിസം, ആ മടവൂരിസത്തിന് ഇപ്പൊ ചാൻസ് ഇല്ല. അത് ശരിയാ. ഇനി നവമടവൂരിസത്തിനെ ചാൻസ് ഉള്ളൂ, മടവൂരിസത്തിന് ചാൻസ് ഇല്ല. എന്ത് പറയണം? അജണ്ട ഇല്ല. കാര്യം ഇത് മാത്രമേ ഉള്ളൂ. കാര്യം ഈ ജിന്നും പിശാചും സിഹറും അതുപോലെ തന്നെ ഈ പറയുന്ന ജബ്ബാർ മൗലവിയുടെ വാചകവും ഇതൊക്കെ അല്ലാതെ എന്താ മടവൂരികൾക്ക് ഇവിടെ അജണ്ട ഉണ്ടായിരുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ അജണ്ട ഉള്ളത്? കഴിഞ്ഞ 1-2 വർഷമായിട്ട് നിങ്ങൾക്ക് എന്താ അജണ്ട ഉള്ളത്? ആദർശ വിശദീകരണം എന്ന് പറഞ്ഞാലും സമ്മേളന അജണ്ട. ഈ ജിന്നും ചെയ്ത്താനും അല്ല നിങ്ങൾക്ക് എന്താ ഉള്ളത്? പണ്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഇത് മൂടി വെക്കണം, ഇത് പറയാൻ പാടില്ല, പൊതുജനങ്ങളുടെ ഇറക്കാൻ പാടില്ല. ഇപ്പൊ അതല്ലാതെ ഒന്നും പറയണില്ല. നിങ്ങൾക്ക് വല്ല അജണ്ടയുണ്ടോ?
മടവൂരിസത്തിന് എന്താ അജണ്ട? അതന്നെ നിങ്ങൾക്ക് ഇപ്പൊ അജണ്ട ഉള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ മനസ്സിലാക്കിക്കോളൂ, ഇത് മടവൂരിസവുമായി ആദർശപരമായ ലയനം നടന്നു പോയിരിക്കുന്നു. സംഘടനാപരമായ ലയിക്ക് അപ്പുറത്തും ഇപ്പുറത്ത് ഈഗോ പ്രശ്നമുള്ളവരുണ്ടല്ലോ. അത്രേമാ സലഫി സമ്മതിക്കോ ഹുസൈൻ മടവൂർ ഇങ്ങോട്ട് വരാൻ? ഇപ്പൊ ഇയാള് ഗ്ലാമർ പോയില്ലേ, അപ്പൊ പിന്നെ അവിടെ അടി തുടങ്ങുമല്ലോ. അതുകൊണ്ട് അത് മാത്രമേ ബാക്കിയുള്ളൂ. സുഹൃത്തുക്കളെ, നിങ്ങളാരും വിചാരിക്കണ്ട ഞങ്ങളൊരു മൂന്നാം മുന്നണി ഉണ്ടാക്കി വരുന്നു. ആരും പേടിക്കണ്ട. ഞങ്ങൾ അങ്ങനെ സംഘടന ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. അങ്ങനെ ഒന്നും ഉണ്ടാക്കിയാൽ 10 കൊല്ലം കഴിഞ്ഞാൽ അതിലും തുടങ്ങൂല ഇജാതിയൊക്കെ. ഞങ്ങൾക്ക് ഇപ്പൊ ദഅവത്ത് സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട്, കേരളം മുഴുവൻ നടക്കുന്നുണ്ട്. സംഘടന ഇല്ലെങ്കിലും ദഅവത്ത് നടത്താമെന്ന് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. സംഘടനാ ചാനലിലുള്ള ഏതെങ്കിലും 3 കുബുദ്ധികൾ വിചാരിച്ചാൽ കേരളത്തിലെ സലഫി ദഅവത്ത് മുടക്കാമെന്ന് വിചാരിക്കുന്നെങ്കിൽ ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒരു വ്യക്തിന്റെ പേരിൽ പെർമിഷൻ കൊടുത്താൽ പെർമിഷൻ കിട്ടുന്ന നാടാ. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് മൗലിക അവകാശമാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും സ്മൂത്ത് ആയിട്ട് ഇപ്പൊ ദഅവത്ത് നടക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും കൂട്ടായ്മകളുണ്ട്. സലഫി ഐക്യ സംഘം, ഇവിടെ സലഫി മൂവ്മെന്റ് ഒക്കെ ഉണ്ടാകും. ഒരു പ്രശ്നമല്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കിയിട്ട് ചിലവരുണ്ടാവും ഇപ്പൊ അങ്ങനെ ഈ ചാൻസിലൊന്ന് കയറിയ അവിടെ ഏതായാലും ഇപ്പൊ സെക്രട്ടറി ആകില്ല, ഇങ്ങോട്ട് ചാടിയ ഇവിടെ സെക്രട്ടറി ചെയ്യാൻ പറ്റുമോ? ഇവിടെ ആ ജാതി ഒന്നും ഇങ്ങോട്ട് കയറണ്ട, അതൊന്നും ഇവിടെ വേണ്ട. ഞങ്ങൾ അതിനോട് സംഘടന ഉണ്ടാക്കുമെന്ന് വിചാരിക്കും വേണ്ട. എന്നിട്ട് 3-ാം കൊല്ലം ഒരു തെരഞ്ഞെടുപ്പ്, എന്നിട്ട് അതിനൊരു വോട്ട് പിടുത്തം, എന്നിട്ട് ഇവൻ അങ്ങോട്ട് പിടിച്ച് തള്ളി, ഇവൻ ഒറ്റൻ ഇങ്ങോട്ട് പിടിച്ച് തള്ളി. ഞങ്ങൾ സലഫി ദഅവത്ത് ഇവിടെ നടത്തും. അതാർക്കും തടയാൻ കഴിയില്ല, ഒരു സംഘടനക്കാരനും തടയാൻ കഴിയില്ല. അതുകൊണ്ട് സംഘടനകൾക്ക് അതീതമായി ചിന്തിക്കുന്ന, സലഫിയത്തിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. സെക്രട്ടറി പ്രസിഡന്റ് ഞെളിയാനാണെങ്കിൽ ഒരു ഒറ്റത്തിനും ഇങ്ങോട്ട് വരണ്ട. നല്ല സലഫിയത്ത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ തയ്യാറുണ്ടോ അവനെ മതി. പണ്ടത്തെ പിളർപ്പിൽ ഒരു കള്ളിത്തെറിയെങ്കിൽ കള്ളിത്തെറി നമ്മൾ അനുകൂലിക്കുന്ന ആളെന്നത് ഓന്റെ പിന്നാലെ കൂടി ആ കള്ളിത്തെറികൾ അപ്പൊ പ്രശ്നമുണ്ടാക്കിയത്. മനസ്സിലായില്ല? വായക്കാട് ആരുമില്ലേ, ഒരു കള്ളിത്തെറിയെങ്കിൽ കള്ളിത്തെറി എന്നാ ഓനാണ് സപ്പോർട്ട് ചെയ്യാ. അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ആളുണ്ടാക്കണ പരിപാടി ഇതിലില്ല. അതിനാരും നിൽക്കും വേണ്ട, ഒരാളും ഇല്ലെങ്കിലും ശരി. ഇത് സലഫി ദഅവത്താണ്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്ത് റസൂലുള്ള കൊണ്ടുവന്ന ദീൻ ആ കൊണ്ടുവന്ന കാലത്തേക്ക് തിരിച്ചു പോകും. അന്ന് ഈ ദഅവത്ത് ഏറ്റെടുത്തവർ ഖുറബാ, നാട്ടിൽ ഒറ്റപ്പെട്ടവരായിരിക്കും, അവരാർക്കും പരിചയം ഉണ്ടാവില്ല. ആ ഖുറബാഇന്റെ സ്വഭാവം എന്തായിരിക്കും? അന്നുസാഉ മിനൽ ഖബായിൽ, കുടുംബങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവരായിരിക്കും അവർ. മാത്രല്ല അവരനുസരിക്കുന്നവർ കുറവായിരിക്കും, അവർ എതിർക്കുന്നവരായിരിക്കും ബഹുഭൂരിഭാഗവും. ഞങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. ആ ചരിത്രപരമായ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ഇവിടുത്തെ സമസ്തക്കാരോടും ജമാഅത്തുകാരോടും മടവൂരികളോടും എല്ലാവരോടും പറയാനുള്ള എന്താണെന്നറിയോ? ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കിയിട്ടൊരു 3-ാം മുന്നണി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അതിനാരും വെള്ളം കാച്ചി ഇരിക്കും വേണ്ട. ഞങ്ങൾ അതിന് തയ്യാറായിട്ടില്ല, തയ്യാറാവുകയുമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ യൂസുഫ് മുസ്ലിയാരുടെ ഒരു ക്ലിപ്പ് കൂടി ഇടാനുണ്ട്, അതുകൂടി കേട്ടോളി. അദ്ദേഹം ഹുസൈൻ സലഫിയെ പരിഹസിക്കുന്നത് ഇയാൾ അവിടെ എത്തിയെന്നറിയാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മളെ പുതിയ കൂട്ടരാണ്, അത് ഞാൻ പറയണ്ടേ ഇല്ല. ഓലും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ജമിയത്തുൽ ഉലമ അതിനേക്കാളും എത്ര വലിയ ഹോജ പറഞ്ഞ ഓനും പടിക്ക് പുറത്താ. വലിയ ഹോജ ആയാലും ശരി, ഈണത്തിൽ പാട്ട് പാടിയാലും ശരി, ചാർജ് എന്ന് പ്രസംഗിച്ചാലും ശരി, യവനാലും വേണ്ടില്ല. ജമിയത്തുൽ ഉലമ കൂടിയിരുന്ന ഒരു തീരുമാനം എടുത്താൽ അത് അംഗീകരിക്കാൻ കഴിയാത്തവൻ ഞാൻ പിന്നെ ഇതിന്റെ ആളാന്ന് പറഞ്ഞ് നടക്കണതിനാ, വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഞാൻ എൻ്റെ ചെറിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് പറഞ്ഞത്. ഇയാൾക്ക് വലിയ ബുദ്ധി ഉണ്ടാക്കാൻ നമ്മളെ നല്ല കാലം ഒരരണന്റെ ബുദ്ധി ഉണ്ടായിട്ടപ്പോ ഇങ്ങനെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജമിയത്തുൽ ഉലമ പറഞ്ഞത് ചങ്ക് തൊടാതെ വിഴുങ്ങണോലോ. ഏതാ ഖുറാഫിങ്ങള്? ജമിയത്തുൽ ഉലമ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഖുർആനും ഹദീസിനും യോജിച്ചെടുക്കണം എന്നാ ഞങ്ങൾ പഠിപ്പിച്ചത്. ഹുസൈൻ സലഫിയെ പാട്ടുപാടി പ്രസംഗിക്കുന്ന ആളിന്ന് ഷാജിദ് പരിഹരിച്ചിട്ടില്ല. അതൊക്കെ പേരോടിന്റെ വിരോധ, പേരോട് പറഞ്ഞതാണ്. ഈ മൗലവിന്റെ ശബ്ദം കേട്ടിട്ട് കുടുങ്ങല്ല, കേട്ടില്ലേ? ഹുസൈൻ സലഫിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ശബ്ദം കൊടുത്തിട്ടുണ്ട്. ആ ശബ്ദത്തിൽ ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം തൗഹീദ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമല്ല, അദ്ദേഹത്തോട് കുടിപ്പക വെച്ചിട്ട് കാര്യമല്ല. അദ്ദേഹം പ്രസംഗിക്കാൻ പറ്റുന്ന ആള് കൂടുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് പല തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാകും. അതൊന്നും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാര്യം സാധിക്കൂല. എന്നിട്ട് പറയാണ് ഇവിടെ 4 എന്ന് പറഞ്ഞ പിന്നെ 2 പീക്കിരി കുട്ടികളേ ഉള്ളൂ എന്നാ പറഞ്ഞത്. എന്നാലും പോക്കിരി കുട്ടികളില്ലല്ലോ, അത് മതി. എനിക്ക്
ഞങ്ങൾ പീക്കിരിയായിക്കോട്ടെ, ഞങ്ങൾ ആദർശത്തിന് വേണ്ടി കുറച്ചാളെ ഉണ്ടാകുള്ളൂ. ആദ്യത്തെ ആളെ എണ്ണം നോക്കുന്ന പ്രസ്ഥാനമേ അല്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് മൂപ്പര് പറയാണ് ഇവിടുത്തെ പഴയ കേന്നമ്മേരൊക്കെ എന്ന് പറഞ്ഞിട്ട് ആകെ 2 ആളെ മൂപ്പർക്ക് കിട്ടിയുള്ളൂ. ഇന്നലെ മിഞ്ഞാന്ന് വന്നൊരു കാതറുണ്ട്, അതിനത്ര ഇപ്പൊ പഴയ കേന്നമ്മ ഇവിടുത്തെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ ഇവിടുത്തെ പഴയ കേന്നന്മാരെന്ന് വായക്കാട്ടിരിക്കറിയും. ഓരോരുത്തർ എന്നാ കേന്നമുക്ക് വന്നതെന്ന് പറയും. ഈ മുസ്ലിയാരെ കഥ എന്തായിരുന്നു? 2002 വളർന്നപ്പോ ഇയാൾ തനിച്ച മടവൂരിയായിരുന്നു. ഹുസൈൻ മടവൂരിന് തൗഹീദ് തെറ്റിയാണ് ഞാൻ വിശ്വസിക്കൂലെന്ന് നടക്കുന്നു. അവസാനം ആളധികപ്പുറത്താണ്ടപ്പോ ഇങ്ങോട്ട് ചാഞ്ഞതാ. എന്നിട്ട് അയാളപ്പോ പറയുന്നത് എന്ത്? ഇയാൾ ആദർശത്തിന്റെ വലിയ പടനായകനായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സുഹൃത്തുക്കളെ. എനിക്കെന്റെ ഈ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഇത്തരം എല്ലാ ഇത്തിക്കണ്ണികളെയും നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ പഠിക്കണം, വിഷയം മനസ്സിലാക്കണം. ഞങ്ങൾ ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചാലോ, ഒരാൾ സ്റ്റേജിൽ കെട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ. അതുകൊണ്ട് ഈ നാട്ടിൽ വെച്ച് എന്നതിന് മറുപടി അറിയണല്ലോ. ഇവിടെയുള്ളപ്പോൾ അയാൾ ഇങ്ങനെ വിലസുന്നത്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇയാൾ വിചാരിക്കേണ്ടപ്പോൾ ഞാൻ വലിയ ആളായി, നിങ്ങൾക്ക് എത്ര വലുപ്പുണ്ട് എന്നൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങളെ ക്ലിപ്പൊന്ന് കാണിച്ചത്. മനസ്സിലായില്ലേ? പടച്ചോന്റെ അടുത്ത് നിങ്ങളെ സ്ഥിതി എന്താ നിങ്ങൾ ആലോചിച്ചോളി. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട സുഹൃത്തുക്കളെ, നമ്മളിപ്പോ എന്തിനാ അവിടെ ഒരുമിച്ച് കൂടിയത്? എന്തിനാണ് പണം ചെലവഴിച്ച്, അധ്വാനം ചെലവഴിച്ച് ഈ പരിപാടി വെച്ചത്? അള്ളാഹുവിന്റെ ദീനെ തെറ്റിദ്ധരിപ്പിച്ച്, സലഫിയത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു കൂട്ടർ ഇവിടെ വന്നപ്പോ ഈ രാജ്യത്ത് പ്രബോധന സ്വാതന്ത്ര്യം, ഈ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഈ മൗലിക അവകാശം, അത് ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആദർശം പ്രചരിപ്പിക്കണം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് ആരുടെയും തിട്ടൂരം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരു സംഘടനയും വാലായി നിന്നില്ലെങ്കിലും ഇവിടെ ദഅവത്ത് നടത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. സംഘടന നല്ലതാണ്, പക്ഷെ ഈ തരത്തിലുള്ള ആളുകളിൽ കയറി കൂടിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമ്മൾ കണ്ടറിഞ്ഞു. നല്ല നല്ല കൂട്ടായ്മകൾ നമുക്കുണ്ടാക്കേണ്ടതുണ്ട്. ആ കൂട്ടായ്മകളിലൂടെ ദഅവത്ത് നടക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഇത് പരലോകത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടുത്തെ സമസ്തക്കാരോടാണ് എനിക്ക് ആയത്ത് പറയാനുള്ളത്. ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല. അല്ലാഹു ചോദിക്കുകയാണ്, നബിയെ പറയൂ, പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുന്ന. ദുനിയാവിലെ അവരുടെ പ്രയത്നങ്ങളൊക്കെ പാഴായിരിക്കുന്നു, എന്നിട്ടും അവർ വിചാരിക്കുന്നു ഞങ്ങൾ നല്ലതാണ് ചെയ്യുന്നതെന്ന്. സമസ്തയിലെ പല സുഹൃത്തുക്കളും അങ്ങനെയാണ്. അവർ കുറേ സലാത്ത് ചെല്ലുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ദിക്ർ ചെല്ലുന്നുണ്ട്, പക്ഷേ റസൂൽ പഠിപ്പിക്കാത്തതാണ്. അതുകൊണ്ട് സഹീഹായ ഹദീസിൽ വന്ന സുന്നത്തനുസരിച്ച് ജീവിക്കുക, തൗഹീദ് ഉൾക്കൊള്ളുക. അങ്ങനെ തൗഹീദും സുന്നത്തും മനസ്സിലാക്കി ശിർക്ക് ബിദ്അത്തുകളെ കൈയൊഴിച്ചുകൊണ്ട് യഥാർത്ഥ സലഫിയത്ത് ഏതോ അതിലേക്ക് നിങ്ങൾ എത്താൻ ശ്രമിക്കുക. സ്വന്തം ജീവിതത്തിൽ സലഫിയത്ത് പകർത്തുക, സ്വന്തം കുടുംബത്തിൽ അത് പ്രചരിപ്പിക്കുക. ശരിയായ ശർഈയായ ഇൽമ് അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. യഥാർത്ഥ തൗഹീദ് എന്താണെന്ന് പോലും അറിയാത്തവരാണ് തൗഹീദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ മുക്രയിട്ട് നടക്കുന്നത്. എന്റെ വാക്കിലോ എന്റെ പ്രയോഗത്തിലോ വല്ല വിഷമവും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആദർശപരമായ രോഷമല്ലാതെ വ്യക്തികളോടോ പ്രസ്ഥാനങ്ങളോടോ ഞങ്ങൾക്കൊരു കുടിപ്പകയോ വിദ്വേഷമോ ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടി നങ്ങിയായി നടത്താൻ സഹകരിച്ച ഇവിടുത്തെ നാട്ടുകാരോടും നിയമപാലകരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ഒരുമിച്ച് കൂടൽ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള ഒരുമിച്ച് കൂടൽ അള്ളാഹു ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ലാതെ വന്ന തെറ്റുകൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അൻസുർ മൻ നസറദ്ദീൻ വഖ്ദുൽ മൻ ഖദലൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.